ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഡൈവർട്ടർ സിസ്റ്റമാണ്. അതായത് നമ്മുടെയൊക്കെ ബാത്റൂമുകളിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പുതിയൊരു മോഡേൺ രീതിയിൽ ചെയ്യുന്നത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ തന്നെയാണ്. അതായത് മിക്സഡ് ടാപ്പ്, പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന മിക്സഡ് ടാപ്പിന് പകരമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ലിവർ കാര്യങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമുകളിൽ ഒരുപാട് ടാപ്പും കാര്യങ്ങളൊന്നും വൃത്തികേടായിട്ട് ഇരിക്കില്ല. ഒറ്റ ലിവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ പച്ചവെള്ളം കണക്ട് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ ചൂടുവെള്ളം കണക്ട് ചെയ്യുന്നു, സെൻറ്ററിൽ നമ്മൾ അതിൻ്റെ നോബ് കറക്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്ത് വരുന്നു. അതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മൾ നോബ് ഇട്ടതിന് ശേഷം സെൻറ്ററിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഷവർ വർക്ക് ചെയ്യുന്നു, പിന്നെ താഴെ സ്പൗട്ട് വർക്ക് ചെയ്യുന്നു. ഇത്രയുമാണ്. വളരെ സിമ്പിളായിട്ടാണ് സിസ്റ്റം വന്ന് വളരെ നീറ്റായിട്ട് നമ്മുടെ ബാത്റൂമുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഡൈവർട്ടർ രണ്ട് രീതിയിൽ ലഭിക്കുന്നുണ്ട്. ഹൈ ഫ്ലോ കിട്ടുന്നുണ്ട്, ലോ ഫ്ലോ കിട്ടുന്നുണ്ട്. അതായത് ടാങ്കിന് ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലോയും അതുപോലെ തന്നെ ലോ ഫ്ലോയും അതിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അത് ചില ഡൈവർട്ടറുകൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് എത്ര അടി, അതായത് ഓരോ ഡൈവർട്ടറിന് ഇത്ര അടി ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ പ്രഷർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് ഷവറിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡൈവർട്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എത്ര അടി നമുക്കത് കിട്ടണം എന്ന്, അതായത് എത്ര ഹൈറ്റിൽ നമ്മുടെ ടാങ്ക് ഇരിക്കണം, വാട്ടർ ടാങ്ക് ഇരിക്കണം എന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിൽ മാനുവലി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അധികം ഹൈറ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നേരെ തൊട്ട് മുകളിൽ തരുന്ന വാർക്കയിലാണ് വെക്കുന്നത്. അതല്ലെങ്കിൽ നമ്മളൊരു 5 അടിയുടെ സ്റ്റാൻഡിൽ വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാക്സിമം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഡൈവർട്ടർ എങ്ങനെ ഉറപ്പിക്കാമെന്നാണ് നോക്കുന്നത്. ഇത് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ അകത്ത് മാർക്കിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് കണ്ടോ സി എന്ന് മാർക്ക് ചെയ്യുന്നത് കോൾഡ് വാട്ടർ, ഇപ്പുറത്തെ സൈഡ് നമ്മൾ കണ്ടു എച്ച് എന്ന് മാർക്ക് ചെയ്തത് ഹോട്ട് വാട്ടർ, റൈറ്റ് സൈഡ് കോൾഡ് വാട്ടർ, ലെഫ്റ്റ് സൈഡ് ഹോട്ട് വാട്ടർ, താഴെ സ്പൗട്ട്, മുകളിൽ ഷവർ. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇനി നമ്മൾ ഇതിന് നോക്കുക, അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സൈഡ് മാർക്ക് ചെയ്താണ് കാണിച്ചത്. ഫിനിഷിംഗ് ലെവൽ, അതായത് ഇത് കറക്റ്റായിട്ട് പറയുന്നത് ഫിനിഷിംഗ് ലെവൽ ടൈൽ ഒട്ടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഫിനിഷിംഗ് ലെവൽ. ഇത്രയും മാക്സിമം കയറി വരാവൂ. അതിന് മിനിമം ഉണ്ട്, മാക്സിമം ഉണ്ട്. ഇതിനേക്കാൾ മുകളിൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം നമുക്ക് ഫിനിഷിംഗ് ലെവൽ. അതിനേക്കാൾ ഹൈറ്റ് കയറി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിവർ കാര്യങ്ങളൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് അതങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഫിറ്റ് ചെയ്തതിനുള്ള ശേഷം വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. കണ്ടോ, ഒരു ബ്ലേഡ് നമ്മൾ എടുക്കുക, അതതിൻ്റെ ടൈൽ കാനാണെങ്കിൽ കൊടുക്കുന്നത് ബ്ലേഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഈ ലെവലിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അതതിൻ്റെ മിനിമം, ഏറ്റവും മിനിമം ലെവലിലാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. ഈ മിനിമം എന്ന് പറയുമ്പോൾ അതിൽ നിന്നും നേരെ ടൈൽ കാനം എന്ന് പറയുന്നത് ഏകദേശം ഈ ലെവലിലൊരു ടൈൽ കാനം ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 2 സെൻറ്റിമീറ്റർ, മാക്സിമം പോയി കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്ററേ വരുള്ളൂ, അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്ററേ മാക്സിമം വരുന്നുള്ളൂ. ഇപ്പോൾ ഈ ലെവലിൽ നമ്മളൊരു ബ്ലേഡ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ഉണ്ട്. അത് ഏകദേശം കറക്റ്റായിട്ട് ഈ ലെവലിൽ ടൈലിൻ്റെ ഫിനിഷിങ് വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി കയറ്റി, അതായത് കുറച്ചുകൂടി കനം കൂടി ടൈൽ ഒട്ടിക്കുന്നതിൽ കൂടി നമുക്ക് അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇത്രയും വരെയാണ് മാക്സിമം വരുന്നത്. തൊട്ട് താഴെ വരുന്ന മിനിമം ലെവൽ. ഈ ലെവലിൽ വേണം നമ്മൾ ഡൈവർട്ടർ സെറ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അവസാനം ഫിനിഷിങ് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ നോബ് കാര്യങ്ങളൊന്നും കറക്റ്റ് വർക്ക് ചെയ്യില്ല. നോബ് കറക്റ്റായിട്ട് ടൈൽ വെച്ചൊന്ന് മുട്ടും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഡൈവർട്ടർ. ഡൈവർട്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.